നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. മികച്ച ശമ്പളം പ്രതീക്ഷിക്കാവുന്ന ഒട്ടനവധി തൊഴിൽ അവസരങ്ങളുള്ള, നല്ല ഗ്ലാമറുള്ള, എല്ലാറ്റിലും ഉപരി വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള തൊഴിൽ മേഖലയാണ് ഈ സൈബർ സെക്യൂരിറ്റി അല്ലെ എത്തിക്കൽ ഹാക്കിംഗ് മുതലായവ. അപ്പോൾ ഈ ഡേറ്റ അനുദിനം പെരുകുമ്പോൾ അതല്ലെങ്കിൽ സൈബർ ക്രൈമുകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മേഖലയിലെ അവസരങ്ങൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എത്തിക്കൽ ഹാക്കിംഗ് സൈബർ സെക്യൂരിറ്റി മേഖലകളിലെ അവസരങ്ങൾ എന്തൊക്കെയാണ്? ആർക്കാണ് അത് പഠിക്കാനായിട്ട് കഴിയുക? എങ്ങനെ ആ അവസരങ്ങളിലേക്ക് എത്താം? എന്ത് പഠിക്കണം? അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ഈ സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ സൈബർ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ കമ്പ്യൂട്ടറുകളെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെയും അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ പോലെയുള്ള ഡിവൈസുകളെയും, ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റകൾ, പേഴ്സണൽ ഡേറ്റകൾ, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ ഈ സൈബർ അറ്റാക്കുകളിൽ നിന്ന് സെക്യൂറായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്നുള്ളത്. ഒരു രാജ്യത്തിന്റെ സുപ്രധാന മേഖലകളിൽ, ഉദാഹരണത്തിന് ഭരണരംഗത്ത്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം, ഈ ഡിഫൻസ് പ്രതിരോധം പോലെയുള്ള മേഖലകളിൽ, അതല്ലെങ്കിൽ ISRO പോലെയുള്ള വ്യോമയാന സാങ്കേതിക വിദ്യാ രംഗത്ത്, ആരോഗ്യ രംഗത്ത് ഈ പേഷ്യൻസിന്റെ ഡേറ്റയൊക്കെ സൂക്ഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാങ്കിങ്, എന്തിനാ സാമ്പത്തികം തൊട്ട് ഒരു വ്യക്തിയുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പോലും നുഴഞ്ഞുകയറ്റം നടന്നാൽ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ഈ 2023 പകുതിയോടെ തന്നെ ഏകദേശം 332 മില്യൺ സൈബർ അറ്റാക്കുകളാണ് ലോകത്താകമാനം നടന്നിട്ടുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ നിന്ന് താരതമ്യം ചെയ്താൽ ഏകദേശം ഒരു 400% ഉയർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രം ഒരു ദിവസം ഏകദേശം 70 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഈ സൈബർ ക്രൈമുകൾ കാരണം ഉണ്ടാകുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഡേറ്റ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ഒക്കെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയാണ് ഈ സൈബർ സെക്യൂരിറ്റിയിൽ നടക്കുന്നത്. ഇനി ഈ എത്തിക്കൽ ഹാക്കിംഗ് എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അനധികൃതമായ കടന്നുകയറ്റം അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, അതിന്റെ കരുത്ത് എത്രയെന്ന് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയൊക്കെ വീഴ്ചകളുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒരു റിയൽ ആയിട്ടുള്ള ഹാക്കർ ചെയ്യുന്ന മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ നിയമപരമായി അംഗീകൃത മാർഗങ്ങളിലൂടെ ചെയ്യുന്ന ഹാക്കിങ്ങിനെയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. രണ്ട് തരത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്. ഒന്ന് ഒഫൻസീവ് സെക്യൂരിറ്റിയാണ്, ഓഫ് സെക്. മറ്റൊന്ന് ഡിഫെൻസീവ് സെക്യൂരിറ്റി. ഈ എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ളത് ഒരു ഒഫൻസീവ് സെക്യൂരിറ്റി മെത്തേഡാണ്, ഒരു നുഴഞ്ഞുകയറ്റമാണ്. ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് ഈ ഡിഫെൻസീവ് സെക്യൂരിറ്റിയെ കാണാനായിട്ട് കഴിയും. ഇവിടെ ഒരു ഹാക്കർ കടന്നു കയറുവാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുവാനായിട്ട് ഈ ഫയർവാൾ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രധാനമായിട്ടും 3 പഠന മേഖലകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ളത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ളത്. ഇവിടെ ഒരു പ്രാഗൽഭ്യം നേടുവാനായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ് CEH എന്നുള്ളത്. അതായത് സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ എന്നുള്ള ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഇത് ഈ മേഖലയിൽ വേൾഡിലെ തന്നെ ഒരു നമ്പർ 1 സർട്ടിഫിക്കേഷൻ ആണ്. ലേൺ ടു തിങ്ക് ലൈക്ക് എ ഹാക്കർ. ഒരു ഹാക്കറിനെ പോലെ ചിന്തിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു സർട്ടിഫിക്കേഷന്റെ ആപ്തവാക്യം തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ബോഡിയായ EC കൗൺസിൽ USA ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. ഇതുകൂടാതെ ഈ രംഗത്തെ തന്നെ മറ്റൊരു പ്രമുഖ സർട്ടിഫിക്കേഷൻ കമ്പനിയായ കോംറ്റിയ സെക്യൂരിറ്റി പ്ലസ്, കോംറ്റിയ പെൻടെസ്റ്റ് പ്ലസ്, ഇങ്ങനെയുള്ള ഒട്ടനവധി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷനുകൾ ഈ മേഖലയിൽ ലഭ്യമാണ്. ഈ മേഖലയിലെ രണ്ടാമത്തെ ഒരു പഠന അവസരമാണ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് എന്നുള്ളത്. എല്ലാ സ്ഥാപനങ്ങളിലും ഒരു SOC, സെക്യൂരിറ്റി ഓപ്പറേഷൻസ് സെന്റർ കാണാറുണ്ട്. ഇവരാണ് ഈ സൈബർ സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ ഒരു 24/7 365 ഡേയ്സും പ്രവർത്തിക്കുന്ന ഒരു സെന്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടനവധി തൊഴിൽ അവസരങ്ങളും ലഭ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു സർട്ടിഫൈഡ് SOC അനലിസ്റ്റ്, CSA പോലെയുള്ള സർട്ടിഫിക്കേഷനുകൾ ഒരു തുടക്കം എന്ന നിലയിൽ ചെയ്തുകൊണ്ട്
ഈ മേഖലകളിലെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ ഒരു മേഖലയാണ് സൈബർ ഫോറൻസിക് എന്നുള്ളത്. അതായത് ഒരു സൈബർ ക്രൈം നടന്നാൽ അത് എങ്ങനെ സംഭവിച്ചു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ചെയ്യുന്നവരാണ് ഈ സൈബർ ഫോറൻസിക്കുകാര്. അപ്പോൾ ഒരു സൈബർ അറ്റാക്ക് നടന്ന സീനിൽ നിന്ന് അവിടെയുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ, ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, ഇതിൽ നിന്നൊക്കെ ആവശ്യമായിട്ടുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് എവിഡൻസ് ഉണ്ടാക്കി അന്വേഷണം നടത്തുന്നവരാണ് ഈ സൈബർ ക്രൈമുകാര്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് മേഖലയിലൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ഒട്ടനവധി അവസരങ്ങൾ ലഭ്യമാണ്. ഈ CHFI, അതായത് കമ്പ്യൂട്ടർ ഹാക്കിംഗ് ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ സർട്ടിഫിക്കേഷനും ഈ മേഖലയിൽ പഠിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഓർക്കുക, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ എടുത്ത് അതിന്റെ സർട്ടിഫിക്കേഷൻ എക്സാം കൂടി പാസ്സായാൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആവുവാൻ, അതായത് ആഗോളതലത്തിൽ തന്നെ പരിഗണിക്കപ്പെടുവാനായിട്ട് സഹായകരമാകും. ഇനി ആർക്കായിരിക്കും ഈ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിയുക? ഒരു മിനിമം +2 ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള പഠനങ്ങളിലേക്ക് തിരിയുവാൻ കഴിയും. എന്നാൽ കൂടുതലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അതല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞവർക്ക് ഈ മേഖലയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഈ BTech അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCA പോലെയുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളോടൊപ്പം ഇതേപോലെയുള്ള ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള ചില ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനോടെ നേടിയാൽ ഈ മേഖലയിൽ പ്രാഗൽഭ്യം നേടുവാനായിട്ട് ഒരുപക്ഷെ സഹായകരം ആയേക്കാം. ഓർക്കുക, ഈ മേഖലയിലെ ജോലികൾ ഒരു ടൈം ഫ്രെയിം അല്ലെ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കുക എന്നതിനേക്കാൾ നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി അറിയുക. ഇനി ഈ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ എവിടെ പഠിക്കാനായിട്ട് കഴിയും? അതിന് സഹായകരമായ ഒരു സ്ഥാപനത്തെ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെക്നോ വാലി എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സ്ഥാപനം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ 38ഓളം സൈബർ സെക്യൂരിറ്റി ആൻഡ് സർട്ടിഫിക്കേഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ ടെക്നോ വാലി എന്നുള്ളത്. ഓർക്കുക, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള 3 മേഖലകളിലെ, അതായത് എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ ഫോറൻസിക്, സെക്യൂരിറ്റി ഓപ്പറേഷൻസ്, ഈ മേഖലകളിലെല്ലാം ഇവര് പരിശീലനം നൽകുന്നുണ്ട്. ഈ മേഖലകളിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനിൽ കൂടാതെ ടെക്നോ വാലിയുടെ തന്നെ R&D വിങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ, സൈബർ സെക്യൂരിറ്റി മേഖലയിലെ 3 ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടുന്ന ADPS പോലെയുള്ള 1 ഇയർ അഡ്വാൻസ് ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ പോലെയുള്ള കോഴ്സുകളും ഇന്റേൺഷിപ്പുകളും ഒക്കെ ഇവര് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ടെക്നോ വാലിയുടെ കോഴ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പഠിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഈ മേഖലയിലെ പഠനങ്ങൾക്കായിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ചില ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ബോഡീസ് ഉണ്ട്. കോംറ്റിയ അല്ലെങ്കിൽ EC കൗൺസിൽ, ഓഫ്സെക്, ഇങ്ങനെയുള്ള ഏതാണ്ട് 18ഓളം മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ട് ഇവർക്ക് ഈ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷന് ടൈപ്പ് ഉണ്ട്. ഓർക്കുക, കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഈ സൈബർ സെക്യൂരിറ്റി കൂടാതെ IT ഇൻഫ്രാസ്ട്രക്ചർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ ടെക്നോ വാലി എന്നുള്ളത്. നമ്മുടെ കേരള സർക്കാരിന്റെ പ്രവർത്തനമായ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഏതാണ്ട് 6400-ലധികം സ്റ്റാർട്ടപ്പുകൾക്ക് സമ്പൂർണ്ണ സാങ്കേതിക പരിശീലന പരിപാടികൾ നടത്തുന്നതിനായി ഈ ടെക്നോ വാലിയെ ഔദ്യോഗികമായിട്ട് എംപാനൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 40 ലക്ഷം പേരെ അപ്സ്കില്ല് ചെയ്യുവാനുള്ള കേരള ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതിയായ KKEM, അതായത് കേരള നോളജ് എക്കണോമി മിഷന്റെ എംപാനൽ പാർട്ട്ണർ കൂടിയാണ് ടെക്നോ വാലി എന്നത്. ഓർക്കുക, ഈ ടെക്നോ വാലിയുടെ വിദ്യാർത്ഥികളെ ആപ്പിളിന്റെയും ഗൂഗിളിന്റെയും ഒക്കെ ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കമ്പനികളുടെയും സെക്യൂരിറ്റി വീക്ക്നെസ് കണ്ടെത്തുന്നതിന് ഇവിടുത്തെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് IT മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ തെറ്റുകളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേന്ദ്ര ഗവൺമെന്റും സ്കോട്ട്ലൻഡ് ഗവൺമെന്റും ഉൾപ്പെടെയുള്ള നിരവധി സർക്കാരുകളുടെ അംഗീകാരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ 10-ലധികം എത്തിക്കൽ ഹാക്കിംഗ് ടൂളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ആഗോള ഹാക്കിംഗ് പ്ലാറ്റ്ഫോമായ TryHackMeയിലെ മത്സരങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അന്തർദേശീയമായി തന്നെ ഇന്റർനാഷണൽ ലെവലിൽ 22ാമത്തെ റാങ്കും ഇന്ത്യയിൽ 3rd റാങ്കും നേടിയിട്ടുണ്ട്. ഓർക്കുക, ഈ ടെക്നോ വാലിയിലെ പഠിതാക്കൾക്ക് ടെക്നിക്കൽ ട്രെയിനിങ്ങിനോടൊപ്പം ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, റെസ്യൂമെ പ്രിപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്ട്രാ ട്രെയിനിങ് സൗജന്യമായിട്ട് നടത്തുന്നുണ്ട്. ഈ ഫീസ് പേയ്മെന്റിനായിട്ട് EMI പോലെയുള്ള സൗകര്യങ്ങളും ഇവരെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഈ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് ഇങ്ങനെയുള്ള മേഖലകളിലെ പഠനങ്ങൾക്കായിട്ട് ഈ ടെക്നോ വാലിയെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്.
ഓർക്കുക, ഈ മേഖലകളിൽ മാത്രമല്ല, നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ടെക്നോ വാലി എന്നുള്ളത്. അപ്പൊ ഈ ടെക്നോ വാലിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയേക്കാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഏതായാലും ഈ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിങ്ങും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഈ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ഈ ടെക്നോ വാലി പോലെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ റിസർച്ച് നടത്തി മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു സ്കില്ലുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.